നമസ്കാരം. ദേശീയ വിദ്യാഭ്യാസ നയത്തിനനുസൃതമായി CBSE നടപ്പിലാക്കുന്ന പുതിയ ത്രിഭാഷാ പദ്ധതിയെക്കുറിച്ചാണ് ഈ വീഡിയോ. ദേശീയ വിദ്യാഭ്യാസ നയം 2020ന്റെയും നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും ഭാഗമായി ഭാഷാ പഠനത്തിൽ നിർണായകമായ മാറ്റങ്ങളാണ് CBSE കൊണ്ടുവരുന്നത്. ബഹുഭാഷാ പാണ്ഡിത്യം പ്രോത്സാഹിപ്പിക്കുകയും സാംസ്കാരിക അവബോധം വളർത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പുതിയ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ 3 ഭാഷകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഈ 3 ഭാഷകളിൽ കുറഞ്ഞത് 2 എണ്ണമെങ്കിലും ഇന്ത്യയുടെ തദ്ദേശീയ ഭാഷകളായിരിക്കണം എന്നതാണ്. ഭാഷകളെ 3 തലങ്ങളിലായാണ് പുതിയ ക്രമത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. R1 ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ പഠിക്കുന്ന പ്രാഥമിക ഭാഷ, R2 കുറഞ്ഞ നിലവാരത്തിൽ പഠിക്കുന്ന രണ്ടാമത്തെ ഭാഷ, R3 6ാം ക്ലാസ് മുതൽ നിർബന്ധമാക്കിയ 3ാമത്തെ ഭാഷ. പുതിയ ഫ്രെയിംവർക്ക് പ്രകാരം ഇംഗ്ലീഷിനെ ഒരു വിദേശ ഭാഷയായാണ് കണക്കാക്കുന്നത്. CBSE നൽകിയിട്ടുള്ള 44 ഭാഷകളുടെ പട്ടികയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ടവ തിരഞ്ഞെടുക്കാം. ഇതിൽ ഭരണഘടനയുടെ 8ാം പട്ടികയിലുള്ള 22 ഔദ്യോഗിക ഇന്ത്യൻ ഭാഷകളും ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയ വിദേശ ഭാഷകളും ഉൾപ്പെടുന്നു. ഏതെങ്കിലും വിദേശ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഒരു ഭാഷയായി തിരഞ്ഞെടുക്കാം. എന്നാൽ മറ്റു 2 ഭാഷകൾ ഇന്ത്യൻ ഭാഷകളായിരിക്കണം എന്നത് നിർബന്ധമാണ്. ഈ പരിഷ്കാരം ഘട്ടം ഘട്ടമായാണ് നടപ്പിലാക്കുന്നത്. 2026-27 അധ്യയന വർഷം 6ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ നിയമം ആദ്യം ബാധകമാവുക. 2028ലെ ബോർഡ് പരീക്ഷ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ കുറഞ്ഞത് 2 ഭാഷകളിലെങ്കിലും വിജയിച്ചിരിക്കണം. 2031ലെ ബോർഡ് പരീക്ഷ 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും 3 ഭാഷകളിലും R1, R2, R3 എന്നിവയിൽ പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷ ഒരു സംസ്ഥാനത്തിന്മേലും അടിച്ചേൽപ്പിക്കില്ല എന്ന് CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും സാംസ്കാരിക പശ്ചാത്തലം കണക്കിലെടുത്ത് ഏത് ഇന്ത്യൻ ഭാഷകൾ പഠിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം സ്കൂളുകൾക്കും സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കാനും വിവിധ സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും ഈ നയം സഹായിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. നന്ദി.